സ്റ്റോക്ക് മാർക്കറ്റിൽ മൾട്ടി ബാഗറെ കണ്ടെത്താൻ എന്താണ് വഴി എന്ന് പലരും അന്വേഷിക്കാറുണ്ട്. പലരും മൾട്ടി ബാഗർ പിക്ക് ചെയ്തുകൊണ്ട് അവർ കോടിപതികളൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആയവര് വളരെ യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 20 വർഷം മുമ്പ് ഒരു സ്മോൾ സെക്ടർ അല്ലെങ്കിൽ ഒരു മൈക്രോ കമ്പനി സ്റ്റോക്സ് എടുത്ത ഒരാൾ മൾട്ടി ബാഗറായി എന്ന് വിചാരിക്കുക. അയാൾ എന്തൊക്കെയായിരിക്കും ചെക്ക് ചെയ്തിരിക്കുക? അതിൻ്റെ എബിറ്റ ചെക്ക് ചെയ്തിരിക്കും, ROC ഒരു നല്ല 40 ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണും, ഡെപ്റ്റ് ഇല്ലാത്തത് നോക്കി തിരഞ്ഞെടുത്ത് കാണും. അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് എക്സ്പാൻഷൻ, അതായത് നല്ലൊരു മാർക്കറ്റബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് ചെയ്തെടുത്തിട്ടുണ്ടാവും, നല്ലൊരു ബ്രാൻഡ് എടുത്തിട്ടുണ്ടാവും. പിന്നെ പ്രൊമോട്ടർ അതിൻ്റെ ഷെയർസ് പുറത്തേക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ നോക്കിയെടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്താൽ ഒരു മൾട്ടി ബാഗർ ആകുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ 2026 നിൽക്കുന്നത്. ഇതൊക്കെ ചെയ്യാനായിട്ട് ആൽഗരിതംസ് ഉണ്ട്, നൂറുകണക്കിന് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മാത്രം ചെയ്തതുകൊണ്ട് ഒരു മൾട്ടി ബാഗറെ നമുക്ക് കിട്ടുമോ? തീർച്ചയായും ഇല്ല. അപ്പോൾ ഇന്നത്തെ രീതിയിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് വിവരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അത് നിങ്ങളാരും റിപ്ലിക്കേറ്റ് ചെയ്യാനല്ല, ഈ വിധത്തിൽ ചിന്തിക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെ കീഴിൽ മാത്രം ചെയ്യുക റിസ്കിയാണ്. പ്രത്യേകിച്ച് ലോങ് ടേമിൽ നമ്മൾ നമ്മുടെ വെൽത്ത് കൊണ്ടുപോയി ഇടുമ്പോൾ സൂക്ഷിച്ച് ചെയ്യാം. ഇപ്പോ പണ്ട് ബ്രാൻഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ബ്രാൻഡ് മാത്രം നോക്കിയാൽ മതിയോ? പോരാ. എക്കോ സിസ്റ്റം, ആകെയുള്ള എക്കോ സിസ്റ്റത്തിന്റെ ഒരു മോണോപ്പൊളി കിട്ടിയാലേ ഇനിയത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരാള് ആ ഒരു എക്കോ സിസ്റ്റത്തിനകത്തേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുറത്ത് കിടക്കാതിരിക്കുക എന്നുള്ളത് ആയിരിക്കണം ആ എക്കോ സിസ്റ്റം ചെയ്യേണ്ടത്. അത് B2B ആണെങ്കിലും B2C കസ്റ്റമർ ആണെങ്കിലും അവർക്കത് പുറത്ത് കിടന്നാൽ എക്സ്പെൻസീവ് ആയിരിക്കണം, അത് റിസ്കി ആയിരിക്കണം, അത് പെയിൻഫുൾ ആയിരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആപ്പിളിന്റെ എക്കോ സിസ്റ്റത്തിനകത്തേക്ക് കയറിയ ഒരാൾക്ക് എല്ലാം ആപ്പിളിന്റെ ആയിരിക്കും, വാച്ച് മുതൽ ടാബ്ലറ്റ്, ഫോണ് എല്ലാം, ഈവൻ കാറ് വരെ അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പാടാണ്. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു എക്കോസിസ്റ്റം മോണോപ്പൊളൈസേഷൻ. രണ്ടാമത്, നമുക്ക് പണ്ട് ഒരു ROC ഒരു 25% കൂടുതലുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു. പക്ഷെ ഇനിയത്തെ കാലത്ത് അങ്ങനെ അത് മാത്രം മതിയോ? പോരാ. ഇതിപ്പോ അത് കണ്ടുപിടിക്കാൻ ഓട്ടോമേറ്റഡ് ആൽഗരിതംസ് ഇഷ്ടം പോലെയുണ്ട്. കൊമേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആൽഗരിതംസ് അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോട്ട് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിലേക്ക് അത് ഒരു ഇൻകം കൺവേർഷൻ ഉണ്ടാക്കുകയുള്ളൂ. ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ മാത്രം പോരാ ഒരു മൾട്ടി ബാഗറെ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി പണ്ട് വെറും ഒരു ഫാക്ടറി എക്സ്പാൻഡ് ചെയ്താൽ നമുക്കൊരു മൾട്ടി ബാഗറുടെ പൊട്ടൻഷ്യൽ തീരുമാനിക്കാമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ആ പ്രൊഡക്റ്റിന് ഒരു ഫുട് ഹോൾഡ് ഉണ്ടാവണം, അതിന് എവിടെയെങ്കിലും ഒരു നല്ലൊരു പിടുത്തം ഉണ്ടാവണം. അത് ഒരു നല്ലൊരു കമ്പോണന്റ് ആണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു കമ്പോണന്റ് ആണ് അത് ഇൻഡസ്ട്രിയിലെങ്കിൽ അത് ഈസി ആയിട്ട് പല ലെയർ കൊടുത്ത് പല പ്രൊഡക്റ്റായിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കണം. അല്ലെങ്കിൽ ആ ഡേറ്റ വെച്ചിട്ട് കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇന്നോവേഷനോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ അഡ്വാൻറ്റേജ് മുമ്പോട്ടാണ് നോക്കുന്നത്. ഇനി പണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിഹേവിയർ ഒരുമാതിരി സ്റ്റാറ്റിക് ആയിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് കംപ്ലീറ്റ്ലി മൂവിങ്. ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ് അല്ല നാളത്തെ കസ്റ്റമർക്ക്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് നമുക്ക് ഏത് കാര്യത്തിലാണെങ്കിലും ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ് അത് നമ്മുടെ കയ്യിൽ വേണ്ടത്. അതിന്റെ മോണോപ്പൊളിയാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. മോണോപ്പൊളി പറ്റത്തില്ല, പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് വഴി അതിന്റെ മോണോപ്പൊളി വരണം നമ്മുടെ കയ്യിൽ. ഇത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സിനകത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റണം. ഉദാഹരണത്തിന് ഡ്രോൺസ്, ഓട്ടോമേഷൻ, ഹൈഡ്രജൻ, അതായത് ഗ്രീൻ ഹൈഡ്രജൻ,
EV, AI സപ്പോർട്ട്, അപ്പം അതിൻ്റെ AI ബേസ്ഡ് ആയിട്ടുള്ളത്. ഇതിനകത്തേക്ക് വേണ്ട ചിലത് പല കാര്യങ്ങളിൽ ഒരു ക്രിട്ടിക്കൽ കമ്പോണന്റ് വരും. അതായിരിക്കും ഈ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് അവിടെ ഒരു മോട്ട് കിട്ടും. ആ മോട്ട് കൊണ്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന്റെ റിട്ടൈനബിലിറ്റി അവിടെ സ്ഥാപിക്കേണ്ടത്. ഇനി പണ്ട് PE എന്ന് പറയുന്നത് താഴെ ഇരുന്നാൽ വളരെ നന്നായിരുന്നു, ഓക്കെ. പക്ഷെ ഇനി അത് പോരാ. ഇനി പ്രഡിക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതായത് ഗ്രോത്ത് എങ്ങനെ ഭാവിയിൽ ഉണ്ടാകും, അത് റിലയബിൾ ആണോ എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് പെഗ് റേഷ്യോ എടുക്കാം, ഫോർവേഡ് പെഗ് എടുക്കാം. ആ പെഗ് റേഷ്യോ എടുക്കുമ്പോൾ ആ ഗ്രോത്തിന് നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ അതെന്തുമാത്രം റിലയബിൾ ആണ് എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ഒരു മൾട്ടി ബാഗർ നിശ്ചയിക്കുക. അതേപോലെ തന്നെ ഫോർവേഡ് പ്രൈസ് ടു സെയിൽസ് എടുക്കാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഡേറ്റ എവിടെ നിന്നാണ് വരുന്നത്, അതിന്റെ പ്രഡിക്ഷനാണ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്രിട്ടിക്കലായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു ആപ്ലിക്കേഷനിലേക്കും കൂടെ നോക്കാം. ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡിഫൻസ് സെക്ടർ ആണെങ്കിൽ, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ഡിഫൻസ് സെക്ടർ ആണെങ്കിൽ അതിനകത്ത് ഇൻഡിജിനസ് ഡിഫൻസ് ആണെങ്കിൽ അതിനകത്ത് മെറ്റൽ ബേസിങ്ങോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ മാത്രം കൊടുക്കുന്നതാവരുത്. അതിന്റെ ഉള്ളിലേക്കുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അതായത് സബ് സിസ്റ്റംസ്, ഓട്ടോമേറ്റഡ് റഡാർ, അതേപോലെ തന്നെ ടെലിമെട്രിക് ലിങ്ക്സ്, അങ്ങനെ ക്രിട്ടിക്കൽ ടെക്നോളജി കയ്യിലുണ്ടാവണം. പിന്നെ കപ്പാസിറ്റിയുടെ കാര്യത്തിനകത്ത് നമ്മൾ അറിയേണ്ടത് ഡിഫൻസ് സെക്ടർ 1-2 ക്വാർട്ടറിൽ നഷ്ടമായി എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ നോക്കേണ്ടത്, അത് ലോങ് ടേം ഇയേഴ്സ് അത് തരുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം ഡിഫൻസിന്റെ പല പ്രൊജക്ട്സും ലെങ്തിയാണ്. അത് ഒരു സെക്ടർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. പിന്നെ ഡുവൽ മോഡ്സ് കിട്ടുമെന്ന് നോക്കണം. അതായത് ഇപ്പോൾ ഡിഫൻസിനകത്ത് തന്നെ അതിനെ കൊമേഴ്സ്യലായിട്ടും കൂടെ ഉപയോഗിക്കാവുന്നതാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ അത് എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിഫൻസ് ഉപയോഗിക്കാവുന്നതാണെങ്കിൽ അവിടെ 2 മോട്ടുകൾ കയറി വരും. അതൊക്കെയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഈ വിധത്തിൽ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പ്രസന്റ് ഡേറ്റയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി മൾട്ടി ബാഗറെ കണ്ടെത്താനായിട്ട് ഫ്യൂച്ചർ പ്രഡിക്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ പ്രഡിക്ഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ എത്ര കറക്റ്റായിട്ട് അതിന്റെ ഗ്രോത്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതനുസരിച്ചാണ് മൾട്ടി ബാഗർ വരുന്നത്. ഈ വിധത്തിൽ ചിന്തിച്ചാലേ ഇനി മൾട്ടി ബാഗേഴ്സ് നിങ്ങളുടെ പോക്കറ്റിൽ വരുള്ളൂ. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൂക്ഷിച്ച് ആദ്യം പറഞ്ഞ അഡ്വൈസറി ശ്രദ്ധിക്കുക. താങ്ക് യു.